വെൽക്കം ബാക്ക് ടു ഷൈനാസ് വ്ലോഗ്. ഞാൻ എലിസബത്ത് ദേൻ്റെ വീഡിയോ ഒരുപാട് കാണാറുണ്ട്. അവരുടെ വീഡിയോകളൊക്കെ കാണുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവർ സന്തോഷവതിയായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് അവരുടെ വീട്ടിൽ പോകും. ഇടയ്ക്കിടയ്ക്ക് അവർ ബാലയായിട്ട് വന്ന് ഒന്നിച്ച് ജീവിക്കാറുണ്ട്. ഇപ്പോൾ അവരുടെ വീഡിയോ കണ്ടപ്പോൾ ഒരുപാട് സങ്കടത്തിലും വിഷമത്തിലും അവർ ചെയ്യുന്ന വീഡിയോ ആണിത്. അവർ വീഡിയോ ഇടുമ്പോൾ ഒരുപാട് കമൻറ്റ് വരുന്നതിനെക്കുറിച്ചും കമൻറ്റിന് റിയാക്റ്റ് ചെയ്യാത്തതിനെക്കുറിച്ചും റിപ്ലൈ കൊടുക്കാത്തതിനെക്കുറിച്ചും ഒക്കെ അവർ സംസാരിക്കുന്നുണ്ട്. അവരുടെ മനസ്സ്, ഇവരുടെ ഉള്ളിൽ പ്രേക്ഷകരായിട്ട് എന്തൊക്കെയോ പങ്കുവയ്ക്കണമെന്നുള്ള വെമ്പലുണ്ട്. പക്ഷേ അതൊന്നും അവരുടെ ആ വിഷമത്തിലൊന്നും പുറത്തേക്ക് വരുന്നില്ല. ഞാൻ വെറുതെ ഇരുന്നപ്പോൾ ഒരു വീഡിയോ ഇട്ട് എന്തൊക്കെയോ അവർക്ക് പറയണം, പക്ഷെ അതൊന്നും അവർക്ക് പുറത്ത് വരുന്നില്ല. ഒരുപാട് വിഷമങ്ങളുണ്ട്. അവരുടെ വീട്ടുകാർ പറഞ്ഞിട്ട് ഞാനതൊന്നും അനുസരിച്ചില്ല, എന്നിട്ടും ഒരു ഇരുമ്പ് കവചം പോലെ അവരെന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെയുള്ള തരത്തിലാണ് എലിസബത്ത് സംസാരിക്കുന്നത്. ഒരുപാട് വിഷമങ്ങളുണ്ട്. പാവം, അവരുടെ വിഷമങ്ങളെല്ലാം പെട്ടെന്ന് മാറട്ടെ, സന്തോഷവതിയായ ഒരു ജോലിയിലേക്ക് ശ്രദ്ധിക്കട്ടെ എന്ന് നമുക്ക് ആലോചിച്ചപ്പോ ഒരു വീഡിയോ ചെയ്യാൻ തോന്നി. വലിയ കാര്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, വീഡിയോ ചെയ്യുന്നത് എൻ്റെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടാണ്, എൻ്റെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യാനെന്ന് പറഞ്ഞു. സോ അത്രയ്ക്കുള്ള വലിയ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊന്നുമല്ല. കുറേ മാസങ്ങളായിട്ട് കമൻറ്റ് ബോക്സിൽ പല ചോദ്യങ്ങൾ വരാറുണ്ട്. കമൻറ്റ് ബോക്സിൽ മാത്രമല്ല, മെസ്സഞ്ചറിലും അതുപോലെ തന്നെ ഇൻബോക്സിൽ കുറേ ചോദ്യങ്ങൾ ആയിട്ടുള്ള സംഭവങ്ങൾ വരാറുണ്ട്. ഞാൻ മനഃപൂർവ്വം അതൊക്കെ സ്കിപ്പ് ചെയ്യാറുണ്ട്. അതിനൊന്നും ഉത്തരം കൊടുക്കാറില്ല. പിന്നെ അവസാനം ഞാൻ ഒറ്റ കമന്റിനെയും റിപ്ലൈ ചെയ്യാത്ത ഒരു രീതിയിൽ മാറി. അപ്പൊ അന്നൊക്കെ ഞാൻ കമന്റിന് റിപ്ലൈ ചെയ്യാം, ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാണ്ടിരിക്കുന്ന പറഞ്ഞാൽ മനഃപൂർവ്വം റിപ്ലൈ കൊടുക്കുക, അങ്ങനത്തെ ചോദ്യങ്ങൾക്ക് മാത്രം ഞാൻ റിപ്ലൈ കൊടുക്കാണ്ടിരുന്നായിരുന്നു. കാരണം എനിക്കും എന്താ അതിന് ഉത്തരം പറയേണ്ടതെന്ന് അറിയില്ല. എനിക്കും ഒരു വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഇല്ലാത്ത കാരണമാണ് അങ്ങനത്തെ ക്വസ്റ്റിനൊന്നും റിപ്ലൈ കൊടുക്കാണ്ടിരുന്നത്. അപ്പൊ ഞാൻ അങ്ങനെ ആലോചിക്കുമ്പോൾ എനിക്കും അതിന്റെ വ്യക്തമായിട്ടുള്ള എന്താണ് എക്സ്പ്ലനേഷൻ ചെയ്യേണ്ടത്, എന്താ അങ്ങനെ ഉണ്ടാവണം, എന്റെ കാരണം എന്ന് എനിക്കും ഒരു വ്യക്തമായിട്ടുള്ള ധാരണയില്ല. അതിന്റെ കുഴപ്പമാണോ എന്നും എനിക്കറിയില്ല. അപ്പൊ ഇന്നിങ്ങനെ ആലോചിക്കുമ്പോ, ലീവാണല്ലോ, പോയി ആലോചിക്കാൻ കുറെ സമയമുണ്ട്. അങ്ങനെ ആലോചിച്ചപ്പോ ഒരു മുമ്പുണ്ടായ കാര്യം ഓർമ്മ വന്ന. അതായത് ഞാൻ നല്ല പഠിക്കണേ ഒരു UKG പഠിക്കണ കുട്ടി. അപ്പോൾ UKG-യിലും LKG-യിലൊക്കെ പഠിക്കുമ്പോൾ ഭയങ്കരമായിട്ട് അവര് ശക്തിവാന്മാരാണ്, ഭയങ്കര ശക്തിയാണ്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെയുള്ള കുറച്ച് വിചാരങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ എന്നോട് പഞ്ചഗുസ്തി പിടിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാനും ജയിക്കോ അങ്ങനത്തെ, ഓഫ് കോഴ്സ് ഒരു UKG-യിൽ പഠിക്കുന്ന ആളും 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആളും കൂടി പഞ്ചഗുസ്തി പിടിക്കുകയാണെങ്കിൽ നോർമലി 4ാം ക്ലാസ്സിൽ ആ ഏജിന്റെ എന്തായാലും ശക്തി വ്യത്യാസം ഉണ്ടായിരിക്കും. പക്ഷെ ആ കുട്ടിയുടെ വിചാരം ഭയങ്കര ശക്തിയാണ് എന്നുള്ള സംഭവമൊക്കെയാണ്. അപ്പോൾ ഞാനും കുറെ കഷ്ടപ്പെട്ടിട്ട് ജയിക്കുന്ന പോലെ കാണിച്ച് അവസാനം ഞാൻ ജയിച്ചു കഴിഞ്ഞപ്പോ ആ കുട്ടിക്ക് ഭയങ്കര അത്ഭുതം. എന്നിട്ട് എന്നോട് ചോദിക്കുകയാണ്, ചേച്ചിക്ക് വീട്ടുകാര് ഇരുമ്പാണോ കഴിക്കാൻ തരുന്നത്, എങ്ങനെയാണ് ഇത്ര ശക്തി? എനിക്കപ്പോ ഭയങ്കര കോമഡി ആയിട്ട് തോന്നി. ഞാൻ വീട്ടിൽ പറയുകയും ചെയ്തു, ചേച്ചിക്ക് എന്താ ഇരുമ്പാണോ വീട്ടുകാർ തരണേന്ന്. അപ്പൊ അത് ഇത് പറയാറുന്നില്ല. എന്നിട്ട് അരിമൊന്നൊക്കെ പറഞ്ഞു തന്നാൽ ഭയങ്കര കോമഡി ആയിട്ടാണ് തോന്നുന്നത്. ഇപ്പൊ ഞാൻ ആലോചിക്കുമ്പോ, തന്നെ ആലോചിക്കുമ്പോ ചിലപ്പോ ഈ പൊങ്ങച്ചം തോന്നണം ഇതാണോ എന്താണോ അറിയില്ല. ശരിക്കും ഇന്നെ വല്ല ഇരുമ്പിലാണോ ഉണ്ടാക്കിയോടെ എനിക്കെന്നെ ഡൗട്ട് ഇടയ്ക്ക് തോന്നുന്നു. കാരണം കുറെ തവണയായി ഓരോ കുഴിയിലും ഓരോ പ്രശ്നങ്ങളിലും പെടാൻ തുടങ്ങിയിട്ട് മൊത്തത്തിൽ അങ്ങനത്തെ രക്ഷപ്പെടണമില്ല. എന്നാ തിരിച്ച് ഏകദേശം വലിയ കുഴപ്പമില്ലാണ്ട് വന്ന് നിൽക്കുന്നുണ്ട്. അപ്പൊ ഇനി എന്റെ വീട്ടുകാരിനി എനിക്ക് വല്ല ഇരുമ്പാണോ കഴിക്കാൻ തന്നിരുന്നത്, നോർമൽ ഭക്ഷണല്ലേ എന്ന് ആ കുട്ടി ചോദിച്ച സംഭവം എനിക്കെന്തോ ഓർമ്മ തന്നെ. ഞാൻ വല്ല നമ്മള് ഓരോരുത്തരെ നമ്മള് പറയുമല്ലോ അയൺ വുമൻ എന്നൊക്കെ, ശരിക്കും ലിറ്ററലി എനിക്ക് ഈ ഇരുമ്പ് തന്നിട്ടാണോ ഇരുമ്പിലാണോ ഉണ്ടാക്കിയോണേ എന്നൊക്കെ ഒരു ഡൗട്ട്. കാരണം എൻ്റെ ഒരു വിചാരം, ഈ ഇതിലൊക്കെ കിടന്നു പോകുമ്പോഴേക്കും
കാരണം ഒന്നിനും എനിക്ക് വ്യക്തമായിട്ടുള്ള ക്ലാരിറ്റിയും ഒരു വ്യക്തമായിട്ടുള്ള എക്സ്പ്ലനേഷനും എനിക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല. എനിക്ക് എന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ബട്ട് എല്ലാം ഓൾമോസ്റ്റ് പഴയ പോലെ തന്നെ പോകുന്നുണ്ട്. ചിലപ്പോ പറയുകയാണെങ്കിൽ ഞാൻ ഒരാള് ഇങ്ങനത്തെ ഇതിലൂടെ ഒക്കെ കടന്നു പോവുകയാണെങ്കിൽ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അറിയില്ല. ഞാൻ ഇപ്പോഴും പറയണതിന് ഭയങ്കര വ്യക്തത കുറവുണ്ട്. എനിക്ക് ഇതിന് ഭയങ്കര എക്സ്പ്ലനേഷൻ എന്താ പറയേണ്ടത് അറിയില്ല. പക്ഷെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. എനിക്ക് അന്ന് ആ കുട്ടി പറഞ്ഞത് ഓർമ്മ വന്നു. എനിക്കിന്ന് ഞാനും ദൈവത്തിനോട് പലപ്പോഴും ചോദിക്കാറുണ്ട്, എന്തിനാണ് ഞാൻ തെറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെയൊക്കെ കടത്തി വിടുന്നത് എന്ന്. പക്ഷെ ഓരോ തവണ അങ്ങനെ കടന്നു പോകുമ്പോഴും വീണ്ടും വലിയ കുഴപ്പമില്ലാണ്ട് എനിക്ക് നിൽക്കുന്നുണ്ട്. എന്തോ ഒരു കുറെ ആലോചിച്ചപ്പോ പണ്ടത്തെ ആ കുട്ടി പറഞ്ഞ കാര്യങ്ങളും പിന്നെ എന്തുകൊണ്ട് ഈ കാര്യങ്ങളിലൂടെ ഒക്കെ കടന്നു കൊണ്ടുവന്നു എന്നിങ്ങനെ ആലോചിച്ചിട്ടുള്ള ഒരു തോട്ട് വന്നപ്പോ എനിക്കെന്തോ ഒരു തമാശ തോന്നി. അന്ന് UKG പഠിച്ച കുട്ടിയാണ്. ഇരുമ്പ് ആണോ വീട്ടുകാർ തന്നെ, ഇരുമ്പാണോ തന്നെയെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടെങ്കിലും എന്റെ വീട്ടുകാര് ഒരു ഇരുമ്പ് പടച്ചട്ട പോലെ എന്നെ കവർ ചെയ്ത് എന്റെ പാരന്റ്സ് എന്നെ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. അത് അവർ ഇരുമ്പ് കഴിക്കാൻ തന്നില്ലെങ്കിലും അവരൊരു ഇരുമ്പ് ചട്ട പോലെ എന്നെ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. അത് വലിയൊരു കാര്യമാണ്. കുട്ടി പറഞ്ഞ ഇതിൽ ഒരു കാര്യം തിരുത്തുകയാണെങ്കിൽ ആ ഒരു കാര്യം അതിപ്പോഴും പണ്ടും അങ്ങനെയായിരുന്നു, ഇപ്പോഴും അങ്ങനെയാണ്. ഇനി അവരുള്ള കാലത്ത് വരെ അവര് അങ്ങനെ തന്നെ ആയിരിക്കും വിശ്വാസം. കാരണം ഞാനൊരിക്കലും ഒരു നല്ലൊരു പറഞ്ഞാൽ കേൾക്കുന്ന ഒരു കുട്ടിയല്ല. ഒരു മകളിന്റെ നല്ല മകളെന്ന് ഞാൻ ഒരിക്കലും എനിക്ക് പറയാൻ എനിക്ക് എന്താ പറയാ, ഞാൻ പല കാര്യങ്ങളില് എനിക്ക് തന്നെ ഒരു വിശ്വാസമുണ്ട്, ഞാൻ നല്ലതായിരുന്നു, ഇന്ന ആൾക്കാർക്കൊക്കെ നല്ല ഫ്രണ്ടായിരുന്നു, നല്ല ഇതായിരുന്നു, നല്ല പലർക്കും ഞാൻ ആരെയും ഉപദ്രവിച്ചിട്ടില്ല. അങ്ങനത്തെ കുറെ എനിക്ക് എന്റേതായ ക്വാളിറ്റീസ് എനിക്ക് പറയാൻ എനിക്ക് തോന്നാറുണ്ട്. പക്ഷെ ഞാൻ എന്റെ പാരന്റ്സിനെ കാണുമ്പോൾ എനിക്ക് എപ്പോഴും ഒരു ഗിൽറ്റി ഫീലിംഗ് ആണ്. ഞാൻ ഒരിക്കലും അവര് പറഞ്ഞിട്ട് കേട്ടിട്ടില്ല. അത് കേൾക്കാത്ത എന്റെ കുറെ കുഴപ്പങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. സോ പക്ഷെ അവര് ഇപ്പോഴും പല ആൾക്കാർക്കും ഈ ഒരു പ്രിവിലേജ് കിട്ടില്ല. അതായത് പറഞ്ഞിട്ട് കേട്ടിട്ട് എല്ലാം അനുസരിച്ച് നടക്കുന്ന മക്കളായാലും പോലും ചില കുഴപ്പമുണ്ടായ പാരന്റ്സ് ഇട്ടിട്ട് പോകും. ഇന്ന് എന്റെ പാരന്റ്സ് ഒരിക്കലും ഇട്ടിട്ട് പോയിട്ടില്ല, എന്റെ കൂടെ ഉണ്ട്. പിന്നെ എല്ലാ കാര്യത്തിലും എന്നെ അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒരു ഇരുമ്പ് പടച്ചട്ട പോലെ എന്നെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ചെയ്യും. കാരണം ഇത്രയൊക്കെ ചെയ്തിട്ട് അവർ ഇട്ടിട്ട് പോയിട്ടില്ലല്ലോ. അപ്പൊ ഇനി കൂടുതലൊന്നും ചെയ്യാനില്ല. സോ അവര് ഇനിയും എന്നെ പ്രൊട്ടക്ട് ചെയ്യും. ആക്ച്വലി ഈ ഒരു സമയം ഒക്കെ ഞാനാണ് അവരുടെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത്. പക്ഷെ അവരിപ്പോഴും എന്നെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ആ ഒരു കാര്യത്തില്, ഇരുമ്പിന്റെ കാര്യത്തില് കറക്റ്റാണ്. അതുപോലെ തന്നെ എന്തോ ഈ കാര്യം നമുക്കൊന്ന് ഷെയർ ചെയ്യണം തോന്നി. എന്തോ ഒരു ഇതുപോലെ അയൺ ലേഡി എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും, അല്ലെങ്കിൽ അയൺ മാൻ എന്നൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് ഇന്ത്യയുടെ ഒരു അയൺ ലേഡി ഉണ്ട്, അങ്ങനെയൊന്നും പറയാനുള്ളതെങ്കിലും നമ്മുടെ ഉള്ളില് കുറെ പോരാട്ടങ്ങൾ നടത്തി വിജയിച്ചിട്ടുള്ള കുറെ ആൾക്കാര് നമ്മുടെ കേരളത്തിലുണ്ട്, ഇന്ത്യയിലുണ്ട്, അതുപോലെ തന്നെ ലോകത്തിലുണ്ട്.